എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. കൃഷി ചെയ്യുന്ന കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ 3 കാർഷിക കാലങ്ങൾ ഏതെല്ലാം? കൃഷി ചെയ്യുന്ന കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ 3 കാർഷിക കാലങ്ങൾ ഏതെല്ലാം? ഖാരിഫ്, റാബി, സെയ്ദ്. ഖാരിഫ്, റാബി, സെയ്ദ് എന്നിവയാണ് കൃഷി ചെയ്യുന്ന കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ 3 കാർഷിക കാലങ്ങൾ. നവംബർ മധ്യത്തിൽ ശൈത്യകാലാരംഭത്തിൽ വിളയിറക്കുന്നത് ഏത് കാർഷിക കാലത്തിൻ്റെ പ്രത്യേകതയാണ്? നവംബർ മധ്യത്തിൽ വിളയിറക്കുന്നത് ഏത് കാർഷിക കാലത്തിൻ്റെ പ്രത്യേകതയാണ്? റാബി. നവംബർ മധ്യത്തിൽ ശൈത്യകാലാരംഭത്തിൽ വിളയിറക്കുന്നത് റാബി കാർഷിക കാലത്തിൻ്റെ പ്രത്യേകതയാണ്. പ്രധാനപ്പെട്ട റാബി വിളകൾ ഏതെല്ലാം? പ്രധാനപ്പെട്ട റാബി വിളകൾ: ഗോതമ്പ്, പുകയില, കടുക്, പയറുവർഗ്ഗങ്ങൾ. ഗോതമ്പ്, പുകയില, കടുക്, പയറുവർഗ്ഗങ്ങൾ എന്നിവയാണ് പ്രധാനപ്പെട്ട റാബി വിളകൾ. റാബി വിളക്കാലത്ത് വിളവെടുപ്പ് നടക്കുന്നത് എപ്പോഴാണ്? റാബി വിളക്കാലത്ത് വിളവെടുപ്പ് നടക്കുന്നത് എപ്പോഴാണ്? മാർച്ച്, വേനലിൻ്റെ ആരംഭത്തിൽ. റാബി വിളക്കാലത്ത് വിളവെടുപ്പ് നടക്കുന്നത് മാർച്ചിലാണ്, വേനലിൻ്റെ ആരംഭത്തിൽ. മാർച്ചിൽ വേനലിൻ്റെ ആരംഭത്തിൽ വിളയിറക്കുന്നത് ഏത് കാർഷിക കാലത്താണ്? മാർച്ചിൽ വിളയിറക്കുന്നത് ഏത് കാർഷിക കാലത്താണ്? സെയ്ദ്. സെയ്ദ് കാർഷിക കാലത്താണ് മാർച്ചിൽ വേനലിൻ്റെ ആരംഭത്തിൽ വിളവിറക്കുന്നത്. സെയ്ദ് കാർഷിക കാലത്ത് വിളവെടുപ്പ് നടത്തുന്നത് എപ്പോൾ? സെയ്ദ് കാർഷിക കാലത്ത് വിളവെടുപ്പ് നടത്തുന്നത് എപ്പോഴാണ്? ജൂണിൽ, മൺസൂണിൻ്റെ ആരംഭത്തിൽ. ജൂണിലാണ് സെയ്ദ് കാർഷിക കാലത്ത് വിളവെടുപ്പ് നടത്തുന്നത്. പ്രധാനപ്പെട്ട സെയ്ദ് വിളകൾ ഏതെല്ലാം? പ്രധാനപ്പെട്ട സെയ്ദ് വിളകൾ: പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ. പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ എന്നിവയാണ് പ്രധാനപ്പെട്ട സെയ്ദ് വിളകൾ. ഡെക്കാൻ പീഠഭൂമിയിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണിനം ഏത്? ഡെക്കാൻ പീഠഭൂമിയിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണിനം കറുത്ത മണ്ണ്, ബ്ലാക്ക് സോയിൽ. കറുത്ത മണ്ണാണ് ഡെക്കാൻ പീഠഭൂമിയിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണിനം. അറബിക്കടൽ, പശ്ചിമഘട്ടം എന്നിവയ്ക്കിടയിലുള്ള തീരസമതലം ഏത്? അറബിക്കടൽ, പശ്ചിമഘട്ടം എന്നിവയ്ക്കിടയിലുള്ള തീരസമതലം പടിഞ്ഞാറൻ തീരസമതലം. പടിഞ്ഞാറൻ തീരസമതലമാണ് അറബിക്കടൽ, പശ്ചിമഘട്ടം എന്നിവയ്ക്കിടയിലുള്ള തീരസമതലം. ലക്ഷദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകളാണുള്ളത്? ലക്ഷദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകളാണുള്ളത്? 36 ദ്വീപുകൾ. 36 ദ്വീപുകളാണ് ലക്ഷദ്വീപ് സമൂഹത്തിൽ ഉള്ളത്. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏത്? ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തി. കവരത്തിയാണ് ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം. ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി കോസി. കോസി നദിയാണ് ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന രാജസ്ഥാനിലെ പട്ടണം. തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന രാജസ്ഥാനിലെ പട്ടണം ഉദയ്പൂർ. ഉദയ്പൂറാണ് തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന രാജസ്ഥാനിലെ പട്ടണം. ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിള ഏതാണ്? ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിള നെല്ല്. നെല്ലാണ് ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിള. ഉയർന്ന താപനില 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ, ധാരാളം മഴ, 150 സെൻറ്റിമീറ്ററിൽ കൂടുതൽ എന്നിവ ഏത് ഭക്ഷ്യവിളയുടെ കൃഷിക്ക് ആവശ്യമാണ്? ഉയർന്ന താപനില, ധാരാളം മഴ എന്നിവ ഏത് ഭക്ഷ്യവിളയുടെ കൃഷിക്ക് ആവശ്യമാണ്? നെല്ല്. ഉയർന്ന താപനില 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ, ധാരാളം മഴ, 150 സെൻറ്റിമീറ്ററിൽ കൂടുതൽ എന്നിവ നെല്ലിൻ്റെ കൃഷിക്ക് ആവശ്യമാണ്. നദീതടങ്ങൾ, തീരസമതലങ്ങൾ എന്നിവിടങ്ങളിൽ മുഖ്യമായും കൃഷി ചെയ്തു വരുന്ന ഭക്ഷ്യവിള. നദീതടങ്ങൾ, തീരസമതലങ്ങൾ എന്നിവിടങ്ങളിൽ മുഖ്യമായും കൃഷി ചെയ്തു വരുന്ന ഭക്ഷ്യവിള നെല്ല്. നെല്ലാണ് നദീതടങ്ങൾ, തീരസമതലങ്ങൾ എന്നിവിടങ്ങളിൽ മുഖ്യമായും കൃഷി ചെയ്തു വരുന്ന ഭക്ഷ്യവിള. ഇന്ത്യയിൽ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള ഏത്? ഇന്ത്യയിൽ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള ഗോതമ്പ്. ഗോതമ്പാണ് ഇന്ത്യയിൽ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള. ഏത് ഭക്ഷ്യവിളയുടെ കൃഷിക്കാണ് നീർവാർച്ചയുള്ള എക്കൽ മണ്ണ് ഉത്തമമായിട്ടുള്ളത്? ഏത് ഭക്ഷ്യവിളയുടെ കൃഷിക്കാണ് നീർവാർച്ചയുള്ള എക്കൽ മണ്ണ് ഉത്തമമായിട്ടുള്ളത്? ഗോതമ്പ്. ഗോതമ്പിൻ്റെ കൃഷിക്കാണ് നീർവാർച്ചയുള്ള എക്കൽ മണ്ണ് ഉത്തമമായിട്ടുള്ളത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേയറ്റവും തെക്കേയറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേയറ്റവും തെക്കേയറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത്?
30 ഡിഗ്രി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേയറ്റവും തെക്കേയറ്റവും തമ്മിൽ ഏകദേശം 30 ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത്. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്? ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം 30 ഡിഗ്രിയാണ്. ഹിമാലയത്തിൻ്റെ ഭാഗമായുള്ള പർവ്വതനിരകളേവ? ഹിമാലയത്തിൻ്റെ ഭാഗമായുള്ള പർവ്വതനിരകൾ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിവയാണ് ഹിമാലയത്തിൻ്റെ ഭാഗമായുള്ള പർവ്വതനിരകൾ. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏത്? ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി മൗണ്ട് K2. ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നും അറിയപ്പെടുന്ന മൗണ്ട് K2 ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി. മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര കാരക്കോറം. കാരക്കോറം പർവ്വതനിരയിലാണ് മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയൻ നിരയിൽ നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റിൻ്റെ ഉയരമെത്ര? മൗണ്ട് എവറസ്റ്റിൻ്റെ ഉയരം 8848 മീറ്റർ. ഹിമാലയൻ നിരയിൽ നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റിൻ്റെ ഉയരം 8848 മീറ്ററാണ്. ഹിമാലയൻ പർവ്വതനിരയുടെ ഏകദേശം നീളം എത്ര? ഹിമാലയൻ പർവ്വതനിരയുടെ ഏകദേശം നീളം 2400 കിലോമീറ്റർ. 2400 കിലോമീറ്ററാണ് ഹിമാലയൻ പർവ്വതനിരയുടെ ഏകദേശം നീളം. ടിബറ്റിൽ സാങ്പോ എന്നറിയപ്പെടുന്ന നദി ഏത്? ടിബറ്റിൽ സാങ്പോ എന്നറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര നദിയാണ് ടിബറ്റിൽ സാങ്പോ എന്നറിയപ്പെടുന്നത്. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ജമുന. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര ജമുന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രമുഖ നദി ഏത്? ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രമുഖ നദി സിന്ധു. സിന്ധു നദിയാണ് ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രമുഖ നദി. താരതമ്യേന ചെരിവ് കുറഞ്ഞ പ്രദേശത്തോടു കൂടി പോകുന്ന നദിയുടെ ഒഴുക്കിനെ അവസാദങ്ങളോ ശിലാരൂപങ്ങളോ തടസ്സപ്പെടുത്തുമ്പോൾ നദി വളഞ്ഞൊഴുകുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? താരതമ്യേന ചെരിവ് കുറഞ്ഞ പ്രദേശത്തോടു കൂടി പോകുന്ന നദിയുടെ ഒഴുക്കിനെ അവസാദങ്ങളോ ശിലാരൂപങ്ങളോ തടസ്സപ്പെടുത്തുമ്പോൾ നദി വളഞ്ഞൊഴുകുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? വലയങ്ങൾ, മിയാൻഡറുകൾ. മിയാൻഡറുകൾ അല്ലെങ്കിൽ വലയങ്ങൾ എന്നാണ് താരതമ്യേന ചെരിവ് കുറഞ്ഞ പ്രദേശത്തോടു കൂടി പോകുന്ന നദിയുടെ ഒഴുക്കിനെ അവസാദങ്ങളോ ശിലാരൂപങ്ങളോ തടസ്സപ്പെടുത്തുമ്പോൾ നദി വളഞ്ഞൊഴുകുന്നത് അറിയപ്പെടുന്നത്. വളഞ്ഞൊഴുകിയ ഭാഗം നദിയുടെ പ്രധാന ഭാഗത്തു നിന്ന് വേർപെട്ട് രൂപം കൊള്ളുന്ന ഒറ്റപ്പെട്ട തടാകങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നു? വളഞ്ഞൊഴുകിയ ഭാഗം നദിയുടെ പ്രധാന ഭാഗത്തു നിന്ന് വേർപെട്ട് രൂപം കൊള്ളുന്ന ഒറ്റപ്പെട്ട തടാകങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നു? ഓക്സ്ബോ തടാകങ്ങൾ. ഓക്സ്ബോ തടാകങ്ങൾ എന്നാണ് വളഞ്ഞൊഴുകിയ ഭാഗം നദിയുടെ പ്രധാന ഭാഗത്തു നിന്ന് വേർപെട്ട് രൂപം കൊള്ളുന്ന ഒറ്റപ്പെട്ട തടാകങ്ങൾ അറിയപ്പെടുന്നത്. മഴക്കാലത്ത് പ്രളയബാധിതമാകുന്ന നദിയുടെ ഇരുകരകളിലും എക്കൽ നിക്ഷേപങ്ങളാൽ രൂപമെടുക്കുന്ന സമതലങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നു? മഴക്കാലത്ത് പ്രളയബാധിതമാകുന്ന നദിയുടെ ഇരുകരകളിലും എക്കൽ നിക്ഷേപങ്ങളാൽ രൂപമെടുക്കുന്ന സമതലങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നു? പ്രളയ സമതലങ്ങൾ അല്ലെങ്കിൽ ഫ്ലഡ് പ്ലെയിൻസ്. ഫ്ലഡ് പ്ലെയിൻസ് അല്ലെങ്കിൽ പ്രളയ സമതലങ്ങൾ എന്നാണ് മഴക്കാലത്ത് പ്രളയബാധിതമാകുന്ന നദിയുടെ ഇരുകരകളിലും എക്കൽ നിക്ഷേപങ്ങളാൽ രൂപമെടുക്കുന്ന സമതലങ്ങൾ അറിയപ്പെടുന്നത്. അന്തരീക്ഷമർദ്ദം അളക്കാനുള്ള ഉപകരണം ഏത്? അന്തരീക്ഷമർദ്ദം അളക്കാനുള്ള ഉപകരണം മർദ്ദമാപിനി അല്ലെങ്കിൽ ബാരോമീറ്റർ. ബാരോമീറ്റർ മർദ്ദമാപിനിയാണ് അന്തരീക്ഷമർദ്ദം അളക്കാനുള്ള ഉപകരണം. കാറ്റിനഭിമുഖമായ പർവ്വതങ്ങളുടെ വശങ്ങളിൽ കൂടുതലായി ലഭിക്കുന്ന മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു? കാറ്റിനഭിമുഖമായ പർവ്വതങ്ങളുടെ വശങ്ങളിൽ കൂടുതലായി ലഭിക്കുന്ന മഴ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശൈലവൃഷ്ടി അല്ലെങ്കിൽ ഓറോഗ്രാഫിക് റെയിൻഫാൾ. ശൈലവൃഷ്ടി അഥവാ ഓറോഗ്രാഫിക് റെയിൻഫാൾ എന്നാണ് കാറ്റിനഭിമുഖമായ പർവ്വതങ്ങളുടെ വശങ്ങളിൽ കൂടുതലായി ലഭിക്കുന്ന മഴ അറിയപ്പെടുന്നത്. മധ്യരേഖ കാലാവസ്ഥാ മേഖലകളിൽ സാധാരണയായി ഉച്ച കഴിഞ്ഞുണ്ടാകുന്ന ഇടിമിന്നലോടുകൂടിയ മഴയേത്? മധ്യരേഖ കാലാവസ്ഥാ മേഖലകളിൽ സാധാരണയായി ഉച്ച കഴിഞ്ഞുണ്ടാകുന്ന ഇടിമിന്നലോടുകൂടിയ മഴ സംവഹന മഴ, കൺവെക്ഷണൽ റെയിൻ. സംവഹന മഴ അഥവാ കൺവെക്ഷണൽ റെയിനാണ് മധ്യരേഖ കാലാവസ്ഥാ മേഖലകളിൽ സാധാരണയായി ഉച്ച കഴിഞ്ഞുണ്ടാകുന്ന ഇടിമിന്നലോടുകൂടിയ മഴ. ഉഷ്ണമേഖലകളിൽ ഉഷ്ണകാലത്തുണ്ടാകുന്ന മഴയേത്? ഉഷ്ണമേഖലകളിൽ
ഉഷ്ണകാലത്തുണ്ടാകുന്ന മഴ സംവഹന മഴ. സംവഹന മഴയാണ് ഉഷ്ണമേഖലകളിൽ ഉഷ്ണകാലത്തുണ്ടാകുന്ന മഴ. കടലിൽ നിന്നുള്ള വായു തീരദേശങ്ങളിൽ വെച്ച് കരയിലെ വായുവുമായി കൂട്ടിമുട്ടി മേഘരൂപവൽക്കരണം ഉണ്ടായി സംഭവിക്കുന്ന മഴയേത്? കടലിൽ നിന്നുള്ള വായു തീരദേശങ്ങളിൽ വെച്ച് കരയിലെ വായുവുമായി കൂട്ടിമുട്ടി മേഘരൂപവൽക്കരണം ഉണ്ടായി സംഭവിക്കുന്ന മഴ തീരദേശ മഴ, ബോർഡർ റെയിൻ. തീരദേശ മഴ അഥവാ ബോർഡർ റെയിനാണ് കടലിൽ നിന്നുള്ള വായു തീരദേശങ്ങളിൽ വെച്ച് കരയിലെ വായുവുമായി കൂട്ടിമുട്ടി മേഘരൂപവൽക്കരണം ഉണ്ടായി സംഭവിക്കുന്ന മഴ. സമുദ്രത്തിൽ താഴ്ന്നു കിടക്കുന്ന ഒരു ദ്വീപിൻ്റെ ശീർഷഭാഗത്തെ ചുറ്റി കാണപ്പെടുന്ന വൃത്താകാര പവിഴപ്പുറ്റുകളേവ? സമുദ്രത്തിൽ താഴ്ന്നു കിടക്കുന്ന ഒരു ദ്വീപിൻ്റെ ശീർഷഭാഗത്തെ ചുറ്റി കാണപ്പെടുന്ന വൃത്താകാര പവിഴപ്പുറ്റുകൾ വാർത്തുളാകാര പവിഴദ്വീപ്, അറ്റോൾ. വാർത്തുളാകാര പവിഴദ്വീപ് അല്ലെങ്കിൽ അറ്റോളാണ് സമുദ്രത്തിൽ താഴ്ന്നു കിടക്കുന്ന ഒരു ദ്വീപിൻ്റെ ശീർഷഭാഗത്തെ ചുറ്റി കാണപ്പെടുന്ന വൃത്താകാര പവിഴപ്പുറ്റുകൾ. ഭൂമിയിൽ നിന്നുയരുന്ന ഭൗമവികിരണത്തെ ആഗിരണം ചെയ്ത് ഭൂമിയോടടുത്തുള്ള അന്തരീക്ഷത്തിലെ താപനില കുറയാതെ നിലനിർത്തുന്ന പ്രതിഭാസമേത്? ഭൂമിയിൽ നിന്നുയരുന്ന ഭൗമവികിരണത്തെ ആഗിരണം ചെയ്ത് ഭൂമിയോടടുത്തുള്ള അന്തരീക്ഷത്തിലെ താപനില കുറയാതെ നിലനിർത്തുന്ന പ്രതിഭാസം ഹരിതഗൃഹ പ്രഭാവം, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. ഹരിതഗൃഹ പ്രഭാവം അഥവാ ഗ്രീൻ ഹൗസ് ഇഫക്റ്റാണ് ഭൂമിയിൽ നിന്നുയരുന്ന ഭൗമവികിരണത്തെ ആഗിരണം ചെയ്ത് ഭൂമിയോടടുത്തുള്ള അന്തരീക്ഷത്തിലെ താപനില കുറയാതെ നിലനിർത്തുന്ന പ്രതിഭാസം. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാവുന്ന അന്തരീക്ഷത്തിലെ പ്രധാന ഘടകങ്ങളേവ? ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാവുന്ന അന്തരീക്ഷത്തിലെ പ്രധാന ഘടകങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, ഓസോൺ, നീരാവി. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, ഓസോൺ, നീരാവി എന്നിവയാണ് ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാവുന്ന അന്തരീക്ഷത്തിലെ പ്രധാന ഘടകങ്ങൾ. ഹരിതഗൃഹ വാതകങ്ങളെ നിയന്ത്രിക്കാനുള്ള പ്രധാന അന്താരാഷ്ട്ര ഉടമ്പടി ഏത്? ഹരിതഗൃഹ വാതകങ്ങളെ നിയന്ത്രിക്കാനുള്ള പ്രധാന അന്താരാഷ്ട്ര ഉടമ്പടി ക്യോട്ടോ പ്രോട്ടോകോൾ. ക്യോട്ടോ പ്രോട്ടോകോളാണ് ഹരിതഗൃഹ വാതകങ്ങളെ നിയന്ത്രിക്കാനുള്ള പ്രധാന അന്താരാഷ്ട്ര ഉടമ്പടി. ജപ്പാനിൽ നടന്ന ഉച്ചകോടിയിൽ ക്യോട്ടോ പ്രോട്ടോകോളിന് രൂപം നൽകിയ വർഷം? ജപ്പാനിൽ നടന്ന ഉച്ചകോടിയിൽ ക്യോട്ടോ പ്രോട്ടോകോളിന് രൂപം നൽകിയ വർഷം 1997. 1997 ജപ്പാനിൽ നടന്ന ഉച്ചകോടിയിൽ ക്യോട്ടോ പ്രോട്ടോകോളിന് രൂപം നൽകിയത്. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങളെ ഘട്ടം ഘട്ടമായി നിരോധിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ഉടമ്പടി. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങളെ ഘട്ടം ഘട്ടമായി നിരോധിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ഉടമ്പടി മോൺട്രിയൽ പ്രോട്ടോകോൾ. മോൺട്രിയൽ പ്രോട്ടോകോളാണ് ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങളെ ഘട്ടം ഘട്ടമായി നിരോധിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ഉടമ്പടി. മോൺട്രിയൽ ഉടമ്പടിക്ക് രൂപം നൽകിയ വർഷം? മോൺട്രിയൽ ഉടമ്പടിക്ക് രൂപം നൽകിയ വർഷം 1987. 1987 മോൺട്രിയൽ ഉടമ്പടിക്ക് രൂപം നൽകിയത്. ഓസോൺ ദിനമായി ആചരിക്കുന്ന ദിവസം? ഓസോൺ ദിനമായി ആചരിക്കുന്ന ദിവസം സെപ്റ്റംബർ 16. സെപ്റ്റംബർ 16 ഓസോൺ ദിനമായി ആചരിക്കുന്നത്. ഹാനികരങ്ങളായ അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്ന ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏത്? ഹാനികരങ്ങളായ അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്ന ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ ആണ് ഹാനികരങ്ങളായ അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്ന ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം. ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതി ഏത്? ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതി വിദൂര സംവേദനം, റിമോട്ട് സെൻസിംഗ്. വിദൂര സംവേദനം അഥവാ റിമോട്ട് സെൻസിംഗ് ആണ് ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതി. ഭൂമുഖത്തെ ഏറ്റവും വലിയ സമുദ്രഭാഗം ഏത്? ഭൂമുഖത്തെ ഏറ്റവും വലിയ സമുദ്രഭാഗം പസഫിക് സമുദ്രം. പസഫിക് സമുദ്രമാണ് ഭൂമുഖത്തെ ഏറ്റവും വലിയ സമുദ്രഭാഗം. പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ സമുദ്രഭാഗം ഏത്? പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ സമുദ്രഭാഗം ചലഞ്ചർ ഗർത്തം. ചലഞ്ചർ ഗർത്തമാണ് പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ സമുദ്രഭാഗം. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏത്? അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം പ്യൂർട്ടോറിക്കോ ഗർത്തം. പ്യൂർട്ടോറിക്കോ ഗർത്തമാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം.
ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.